രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. വിഭീഷണനാകട്ടെ വളരെയേറെ സന്തോഷത്തോടു കൂടിയിട്ട് ശ്രീരാമ പാദാന്തികെ വീണ് സാഷ്ടാംഗം ആരൂഢമോദം നമസ്കരിച്ചിടിനാൻ. രാമന്റെ പാദങ്ങൾക്ക് മുന്നിൽ എത്തിച്ചേർന്ന് സാഷ്ടാംഗമായി നമസ്കരിച്ചു. എന്നിട്ട് രാമനെ വിഭീഷണൻ സ്തുതിക്കുന്നു. അതാണ് പ്രസിദ്ധമായിരിക്കുന്ന വിഭീഷണ സ്തുതി. രാമം വിശാലാക്ഷം ഇന്ദീവരതള ശ്യാമളം കോമളം ബാണധനുർധരം. ആ സ്തുതി ആരംഭിക്കുന്ന രാമന്റെ സ്വരൂപത്തെ താൻ കാണുന്ന പ്രകാരത്തിൽ വർണ്ണിച്ചുകൊണ്ടാണ്. വിശാലാക്ഷം വലിയ കണ്ണുകളോടുകൂടിയവൻ, ഇന്ദീവരതള ശ്യാമളം. രാമന്റെ നിറം എങ്ങനെയാണല്ലോ നീല താമരപ്പൂവിന്റെ വർണ്ണമാണ് അദ്ദേഹത്തിന്. അങ്ങേയറ്റം സൗന്ദര്യത്തിന്റെ ധാമമാണ് അദ്ദേഹം. കോമളം. പിന്നെയോ ബാണധനുർധരം. കയ്യിൽ വില്ലെന്തിയിട്ടുണ്ട്, അമ്പ് ധരിച്ചിട്ടുണ്ട്. ചന്ദ്രൻ, പൂർണ്ണചന്ദ്രൻ ആകാശത്ത് നിറഞ്ഞ് ഉല്ലസിക്കുന്ന പ്രകാരത്തിൽ മനോഹരമായിരിക്കുന്ന മുഖത്തോടുകൂടിയവൻ. കാമദം കാമോപമം കമലാവരം. ആഗ്രഹങ്ങളെയൊക്കെ നൽകുന്നവൻ കാമദം. ഭക്തന്മാരുടെ അഭീഷ്ടങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്നവൻ. കാമോപമം, കാമദേവനെപ്പോലെ സുന്ദരൻ. കാമദേവൻ സൗന്ദര്യത്തിന്റെ ദേവതയായിട്ട് പുരാണങ്ങളാൽ പ്രകീർത്തിക്കപ്പെടുന്നു. അങ്ങനെ സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ കാമദേവൻ സദൃശൻ. 1000 കോടി കാമദേവന്മാർക്ക് തുല്യനാണ് രാമൻ സൗന്ദര്യത്തിൽ. കമലാവരം, ലക്ഷ്മി ഭഗവതിയുടെ ഭർത്താവ്. അങ്ങനെയുള്ള ആ രാമനെ ലക്ഷ്മണ സമേതം സുഗ്രീവ മാരുതി മുഖ്യ കവികുല സേവിതം രാഘവം. ലക്ഷ്മണനോടുകൂടിയ രാമൻ, സുഗ്രീവനോടുകൂടിയ രാമൻ, മാരുതിയാൽ സേവിക്കപ്പെടുന്ന രാമൻ. വാനരവീരന്മാരിൽ പ്രമുഖന്മാർ ചുറ്റും നിപ്പുണ്ട് രാമന്. അവരാൽ ഇങ്ങനെ ചുറ്റപ്പെട്ടവനായ രാമൻ, അവരാൽ സേവിക്കപ്പെടുന്നവനായ രാമൻ. അങ്ങനെയുള്ളതായ രാമനെ വിഭീഷണൻ സ്തുതിക്കാൻ. ശ്രീരാമ സീതാ മനോഹര രാഘവ എന്നിങ്ങനെ. ചണ്ടാംശ ഗോത്രോത്ഭവായ നമോ നമ. ചണ്ഡ കോദണ്ഡധരായ നമോ നമ. പണ്ഡിത ഹൃൽ പുണ്ടരീക ചണ്ടാംശവേ ഖണ്ഡ പരശുപ്രിയായ നമോ നമ. ചണ്ടാംശുവിൻ്റെ നല്ല തേജസ്സോടുകൂടി ജ്വലിക്കുന്ന സൂര്യൻ്റെ, മധ്യാഹ്ന സൂര്യൻ്റെ വംശത്തിൽ പിറന്നവനായിരിക്കുന്ന അല്ലയോ രാമ, അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. രാമന്റെ വംശം, രാമൻ പിറന്ന വംശം സൂര്യവംശമാണ്. സൂര്യൻ ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നയാളാണ്. യാതൊരു കളങ്കവും വിദൂരമായി പോലും സൂര്യനില്ല. അതേ പ്രകാരത്തിൽ കളങ്കമില്ലാത്ത, തികച്ചും സംശുദ്ധമായിരിക്കുന്ന, ലോകത്തെ മുഴുവൻ പവിത്രീകരിക്കുന്ന വംശം. അതുകൊണ്ടാണ് ആ വംശത്തിന് സൂര്യവംശം എന്നു പേര്. ആ വംശത്തിൽ ജനിച്ചവനായ അല്ലയോ രാമ, അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. ചണ്ഡ കോദണ്ഡധരായ നമോ നമ. ഏറ്റവും കരുത്തുറ്റതായ വില്ല്, ആ വില്ലിന്റെ പേരാണ് കോദണ്ഡം എന്ന്. ആ കോദണ്ഡത്തെ ധരിച്ചിരിക്കുന്ന രാമനായിക്കൊണ്ട് നമസ്കാരം. പണ്ഡിതന്മാർ എന്നുവെച്ചാൽ ബ്രഹ്മജ്ഞാനികൾ. പണ്ഡിതൻ എന്നുള്ള ശബ്ദത്തിന്റെ അർത്ഥം അതാണ്. ഇന്ന് പൊതുവിൽ ജ്ഞാനികൾ എന്നുള്ള അർത്ഥത്തിൽ പറയും. അതും ഏതൊരു വിഷയത്തെക്കുറിച്ച് അറിയുന്ന ആളിനെയും പണ്ഡിതൻ എന്ന് പറയും. ഇന്ന് സാധാരണ ലൗകിക വ്യവഹാരത്തിൽ പണ്ഡിത ശബ്ദത്തിന്റെ അർത്ഥം അതൊന്നുമല്ല. അതിന്റെ അർത്ഥം ബ്രഹ്മജ്ഞാനി എന്നാണ്. അങ്ങനെ പണ്ഡിതന്മാരുടെ ഹൃദയമാകുന്ന വെള്ളത്താമരപ്പൂവിന്
ചണ്ടാംശുവായിട്ട് ആ പൂവിനെ വിരിക്കുന്ന ചണ്ടാംശുവായിട്ട് ശോഭിക്കുന്നവനെ രാമ, സൂര്യനായി ശോഭിക്കുന്ന ശ്രീരാമചന്ദ്ര, ഈ സൂര്യൻ, രാമനാകുന്ന സൂര്യൻ ദൃഷ്ടിപഥത്തിൽ പെടുമ്പോഴേക്കും സജ്ജനങ്ങളുടെ എല്ലാം ഹൃദയമാകുന്ന ആ വെള്ളത്താമരപ്പൂ വിരിയും. ഖണ്ഡപരശുപ്രിയായ നമോ നമ. ഖണ്ഡപരശുവിന്, ഖണ്ഡപരശു മഹാദേവന് വളരെ പ്രിയപ്പെട്ടവനായിരിക്കുന്ന അല്ലയോ രാമ, അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. രാമനായിക്കൊണ്ട് നമസ്കാരം. രാമായ സുഗ്രീവമിത്രായ, സുഗ്രീവനോട് വളരെയേറെ സ്നേഹം വിഭീഷണനുണ്ട്, ബഹുമാനമുണ്ട്. അതുകൊണ്ട് രാമൻ്റെ മിത്രം എന്നുള്ള നിലയിൽ സുഗ്രീവനെ വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് ഈ സ്തുതിയിലും വിഭീഷണൻ പ്രശംസിക്കുന്നു. രാമായ സുഗ്രീവമിത്രായ കാന്തായ, എല്ലാവരെയും ആകർഷിക്കുന്നവൻ. രാമായ നിത്യം അനന്തായ ശാന്തായ, അനന്തനാണ്, ആദ്യന്തങ്ങളില്ലാത്തവനാണ്. അതേപോലെ തന്നെ അങ്ങേറ്റം ശാന്തനാണ്. രാമായ വേദാന്തവേദ്യായ, രാമനെ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? വേദാന്തത്തിലൂടെയാണ് രാമനെ മനസ്സിലാക്കാൻ സാധിക്കുക. രാമായ വേദാന്തവേദ്യായ ലോകാഭിരാമായ രാമഭദ്രായ നമോ നമ. ലോകാഭിരാമൻ, അതാണ് ശ്രീരാമചന്ദ്രൻ. അങ്ങനെയുള്ള രാമഭദ്രനായിക്കൊണ്ട് നമസ്കാരം. ഈ ലോകത്തിൻ്റെ ഉദ്ഭവവും ഈ ലോകത്തിൻ്റെ നിലനിൽപ്പും ഈ ലോകത്തിൻ്റെ വിനാശവും അല്ലെങ്കിൽ ലയവും ഇതെല്ലാം രാമനെ ആശ്രയിച്ച് രാമനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ ലോകത്തിൻ്റെ കാരണനാണ് അല്ലയോ രാമ അങ്ങ്. അങ്ങനെയുള്ള രാമനായിക്കൊണ്ട് നമസ്കാരം. സന്തതം ജംഗമാജംഗമ ഭൂതങ്ങൾ അന്തർബഹിർ വ്യാപ്തനാകുന്നതും ഭവാൻ. ഈ ലോകത്തിൽ ചലിക്കുന്ന പദാർത്ഥങ്ങളുണ്ട്, ചലിക്കാത്ത പദാർത്ഥങ്ങളുണ്ട്. അവയുടെ എല്ലാം ഉള്ളിലും പുറമേയും നിരന്തരം വ്യാപിച്ച്, എങ്ങും ഒരിടം പോലും രാമനില്ലാത്തതായിട്ടില്ല. അങ്ങനെ സർവത്ര വ്യാപിച്ച് അനാദി അനന്തമായിട്ട് നിറഞ്ഞു നിൽക്കുന്നവരാണല്ലയോ രാമ അങ്ങ്. കാലസ്വരൂപനായിടുന്നതും ഭവാൻ. ലോകം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ദേശകാലങ്ങളുടെ എല്ലാം അനുഗ്രഹം വേണം. അങ്ങനെ ഓരോരോ ജീവിക്കും, ഭൂമിയിലുള്ള ജീവികൾ മാത്രമല്ല, ഭൂർലോക സ്വർലോകാദി മണ്ഡലങ്ങളിലുള്ള ജീവരാശിക്കും, അവരെ ദേവന്മാരെന്നും യക്ഷന്മാരെന്നും കിന്നരന്മാരെന്നും ഒക്കെ പറയും. അങ്ങ് താഴെയുള്ള ലോകങ്ങളിൽ അസുരാദികളൊക്കെ ഉണ്ട്. അവർക്കെല്ലാം അവരർഹിക്കുന്നതായിട്ടുള്ള അനുഭവങ്ങളെ യഥാസമയം എത്തിച്ചു കൊടുക്കുന്നത് ആരാണോ അദ്ദേഹമാണ് കാലസ്വരൂപനായ ഈശ്വരൻ. ഈ ജഗത്തിൻ്റെ മുഴുവൻ ചലനങ്ങളും അദ്ദേഹത്തെ ആശ്രയിച്ച് നടക്കുന്നു. അങ്ങനെയുള്ള കാലസ്വരൂപൻ അല്ലയോ രാമ അങ്ങ് തന്നെയാണ്. സ്ഥൂലങ്ങളിൽ വെച്ച് അതിസ്ഥൂലനും ഭവാൻ. ഈ ലോകത്തിലുള്ള വലിയ വസ്തുക്കൾ, സ്ഥൂലങ്ങൾ, അങ്ങനെയുള്ള വസ്തുക്കളിൽ വെച്ചിട്ട് ഏറ്റവും സ്ഥൂലനായിട്ടുള്ളതും അങ്ങ് തന്നെ. വലുതിൽ വെച്ച് വലുത്. അണോരണീയാൻ മഹതോ മഹീയാൻ. ഉപനിഷത്ത് നമ്മോട് വിളിച്ചു പറയും, മഹതോ മഹീയാൻ. ഈ ലോകത്തിലുള്ള മഹത്തായിട്ടുള്ള വലിയ പദാർത്ഥങ്ങളെ അപേക്ഷിച്ചിട്ട് ഏറ്റവും വലുതായിട്ടുള്ളത്. ഈ ലോകത്തിൽ നമുക്ക് സങ്കല്പിക്കാവുന്ന ഏറ്റവും വലിയ പദാർത്ഥം എന്ന് പറയുന്നത് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ സമൂഹമാണ്. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ, എത്ര ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടെന്ന് പോലും നമുക്ക് നിശ്ചയിക്കാനാവില്ല. അങ്ങനെയുള്ള ബ്രഹ്മാണ്ടങ്ങളുടെ സമൂഹമാണ് ഏറ്റവും വലിയ പദാർത്ഥം നമ്മുടെ കണ്ണുകളിൽ. അതിനെയും കവച്ച് സർവത്ര വ്യാപിച്ച് ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ തൻ്റെ ഉള്ളിൽ ഉൾക്കൊണ്ട് അതിനേക്കാൾ വലുതായി നിൽക്കുന്ന, മഹത്തായി നിൽക്കുന്ന പരമാത്മാവ്, അതാണ് മഹതോ മഹീയാൻ. ഏറ്റവും വലുത്, ഇതിനേക്കാളും വലുതായിട്ടുള്ളവൻ. അതേപോലെ തന്നെ നൂനം അണുവിങ്കൽ നിന്ന് അണിയാൻ ഭവാൻ എന്ന് മാത്രമല്ല, അണുവിങ്കൽ നിന്ന് ചെറിയ വസ്തുക്കളെക്കാളും ചെറുതാണങ്ങ്. ഒരേ സമയം
ചെറുതിനേക്കാളും ചെറുത്, അണോരണിയാൻ അണുവിനേക്കാളും അണുവാണ്, അതേസമയം മഹതോ മഹീയാൻ. അങ്ങനെയുള്ള അലയോ രാമ, അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. മാനമില്ലാതെ മഹത്തത്വവും ഭവാൻ. മഹത്തത്വം അങ്ങ് തന്നെയാകുന്നു. പരമാത്മാവിൽ നിന്ന് മൂലപ്രകൃതി, പരമാത്മാവിൽ നിന്ന് മൂലപ്രകൃതി, അതിൽ നിന്ന് മഹത്തത്വം. ഇങ്ങനെ പ്രപഞ്ച സൃഷ്ടിയുടെ ക്രമം ഇതിനു മുമ്പ് പല തവണകൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ആ മഹത്തത്വവും അങ്ങ് തന്നെയാണ് അലയോ രാമ. അച്യുതൻ, അവ്യയൻ, അവ്യക്തൻ, അദ്വയൻ, സച്ചിൽ പുരുഷൻ, പുരുഷോത്തമൻ, പരൻ. ഇതിലെ ഓരോ വാക്കും പരമാത്മാവിൻ്റെ വാചകങ്ങളാണ്. അതെല്ലാം അതിനെ നാം അടുത്ത് വിശകലനം ചെയ്യുകയാണെങ്കിൽ എല്ലാം നമ്മെ പരമാത്മാവിൽ കൊണ്ടുവന്ന് എത്തിക്കും. അങ്ങനെയുള്ള സീതാപതേ രാമ കാരുണികോത്തമ യാതുധാനാന്തക രാവണാരേ ഹരേ. അല്ലയോ സീതാപതേ, സീതയുടെ ഭർത്താവായിരിക്കുന്ന രാമ, കാരുണികോത്തമ, കാരുണ്യം ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്ന ഈ ദേവന്മാരുടെ കൂട്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ, പരമകാരുണികൻ. യാതുധാനാന്തക, രാക്ഷസന്മാർ, അക്രമം കാണിച്ച് ലോകത്തെ മുഴുവൻ വേദനിപ്പിക്കുന്ന ദുഷ്ടരായ രാക്ഷസന്മാർ, അവർക്കെല്ലാം അന്തകനായിട്ടുള്ള അല്ലയോ രാമ. രാവണാരേ, രാവണന്റെ ശത്രുവായിരിക്കുന്ന രാമ. പാദാംബുജം നമസ്തേ, ഭവസാഗര ഭീതനാമെന്നെ രക്ഷിച്ചു കൊള്ളണമേ. അങ്ങയുടെ പാദമാകുന്ന താമരപ്പൂവിനെ ഞാനിതാ നമസ്കരിക്കുന്നു. ഈ സംസാരസാഗരത്തിൽ നിന്ന് ഭയപ്പെട്ടവനാണ് ഞാൻ. ജന്മൃതി പരമ്പര എന്നെ വേദനിപ്പിക്കുന്നു. അങ്ങനെയുള്ള എന്നെ അല്ലയോ രാമ, ഈ ജനിക്കുക, മരിക്കുക, കഷ്ടപ്പാടുകൾ ഇങ്ങനെ അനുഭവിക്കുക, വീണ്ടും ആയിരം കർമ്മബന്ധനങ്ങൾ നേടിവെക്കുക, അവയുമായിട്ട് വീണ്ടും ജന്മൃതി പരമ്പരയിൽ കൂടി തുടരുക എന്നുള്ള ഈ ക്ലേശകരമായ അവസ്ഥയിൽ നിന്ന് അല്ലയോ രാമ, നീ എന്നെ മോചിപ്പിക്കണമേ. ധന്യനായേൻ അല്ലയോ രാമ, അങ്ങയെ കാണുവാൻ കഴിഞ്ഞത് എൻ്റെ പരമഭാഗ്യം, എൻ്റെ പരമഭാഗ്യം. വിഭീഷണൻ ശ്രീരാമചന്ദ്രനെ ഉപനിഷത്ത് സദൃശമായിരിക്കുന്ന പദങ്ങൾ കൊണ്ട്, അർത്ഥങ്ങൾ കൊണ്ട് ഇങ്ങനെ സ്തുതിച്ചു ഭക്തിയോടെ. അപ്പോഴിങ്ങനെ രാമൻ പറഞ്ഞു, ഇഷ്ടമായുള്ള വരത്തെ വരിക്ക, സന്തുഷ്ടനാം ഞാൻ വരദാനീക തത്പരൻ. അല്ലയോ വിഭീഷണ, നിനക്ക് എന്ത് വരമാ വേണ്ടത്, നീ അത് ചോദിച്ചുകൊള്ളൂ. എന്നിൽ ഞാൻ അങ്ങേയറ്റം സന്തുഷ്ടനാണ്. അതുകൊണ്ട് നിനക്ക് വരം തരാൻ വേണ്ടിയിട്ട് താല്പര്യത്തോടുകൂടി ഞാൻ നിൽക്കുകയാണ്. വിഭീഷണൻ പറഞ്ഞു, ധന്യനായേൻ കൃതകൃത്യനായനഹം, ധന്യനായേൻ കൃതകൃത്യനായേനഹം. ഞാൻ ധന്യനായി കഴിഞ്ഞിരിക്കുന്നു രാമ, അങ്ങയെ കണ്ടതുകൊണ്ട് തന്നെ. കൃതകൃത്യനായി കഴിഞ്ഞിരിക്കുന്നു ഞാൻ, ചെയ്യേണ്ടത് ചെയ്തവനായി കഴിഞ്ഞിരിക്കുന്നു ഞാൻ. കൃത കാമനായേനഹം, എല്ലാ ആഗ്രഹങ്ങളും നേടിക്കഴിഞ്ഞവനായിരിക്കുന്നു ഞാൻ. അല്ലയോ രാമ, എനിക്ക് ഇത് തന്നെയാണ് പരമഭാഗ്യം. ഇതിലപ്പുറം വേറൊരു ഭാഗ്യം ഇനി മറ്റെന്ത് വരാനിരിക്കുന്നു. എങ്കിലും അങ്ങ് വരദാന തൽപരനാണെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങയോട് ഞാൻ ഒരു കാര്യം മാത്രം അഭ്യർത്ഥിക്കുന്നു. കർമ്മബന്ധങ്ങൾ നശിപ്പതിനായി ഇനി നിർമ്മലമാം ഭവൽജ്ഞാനവും ഭക്തിയും ത്വധ്യാനസൂക്ഷ്മവും ദേഹിമേ രാഘവ. കർമ്മബന്ധങ്ങൾ അനേക ജന്മങ്ങളിലൂടെ നേടിവച്ചിരിക്കുന്നവ, അത് അനന്തമായിട്ടുണ്ട്. സഞ്ചിത കർമ്മങ്ങൾ എന്ന് പറയും. അവയെല്ലാം നശിക്കണം എന്ന് എൻ്റെ ആഗ്രഹം. ഇല്ലെങ്കിൽ ആ കർമ്മബന്ധനങ്ങളെല്ലാം ബന്ധനങ്ങളായി തുടരും. അത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരും. അത് വീണ്ടും വീണ്ടും 100,000 കർമ്മബന്ധനങ്ങൾ ഉണ്ടാക്കും. ഇങ്ങനെ ഈ പരമ്പര തുടരും. അതുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ സഞ്ചിതമായിരിക്കുന്ന ആ കർമ്മബന്ധങ്ങളെല്ലാം നശിക്കണം. അത് നശിക്കുന്നത് അങ്ങയെക്കുറിച്ചുള്ളതായ ജ്ഞാനവും അങ്ങയിൽ അചഞ്ചലമായ ഭക്തിയും ഹൃദയത്തിൽ നിറയുമ്പോഴാണ്. അങ്ങയെ ഏകാന്തമായി ധ്യാനിക്കുവാനും എനിക്ക് സാധിക്കണം. അതിനു വേണ്ടിയിട്ട് അല്ലയോ രാമ, അങ്ങ് എന്നെ അനുഗ്രഹിച്ചാലും അങ്ങയെക്കുറിച്ചുള്ള സമ്പൂർണ്ണ ജ്ഞാനം എന്നിൽ ഉദിക്കുവാൻ, അങ്ങയെക്കുറിച്ചുള്ളതായ
ഭക്തി ഹൃദയത്തിൽ നിറയുവാൻ, അങ്ങേ തന്നെ നിരന്തരം ധ്യാനിക്കുവാൻ അതിനുള്ളതായ കരുത്ത്, അനുഗ്രഹം അങ്ങ് നൽകണം. ഇത് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. ഭഗവത് ഭക്തന്മാരെപ്പോഴും അങ്ങനെയാണ്. ഭക്തി മാത്രമാണ് ഭഗവാനോട് അഭ്യർത്ഥിക്കുക, വേറൊന്നും വേണ്ട. ഭക്തി ഉണ്ടായാൽ പിന്നെ സർവവുമായി.